ഒരാൾ കട്ടിലിൽ നിന്നോ പായിൽ നിന്നോ എണീറ്റ് വന്നിട്ട് അദ്ദേഹം കണ്ണ് തുറക്കാതെ ആദ്യം കാണുന്ന സങ്കല്പത്തെയാണ് വിഷുക്കണി എന്ന് പറയണമെങ്കിൽ, ആ കണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓടി തിരിച്ചു പോയി കിടന്നുറങ്ങണ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഉടനെ മുറ്റത്ത് പോയിട്ട് പടപടപടപടാന്ന് പടക്കം പൊട്ടിക്കണവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗുണ്ട് പൊട്ടിക്കാനും ഇത് പൊട്ടിക്കാനും പോകാറുണ്ട്. അങ്ങനെ അവിടെ തീർക്കരുത്, അവിടെ തുടങ്ങണേ. അവിടെ ആ ഭഗവാൻ നമ്മുടെ, അതായത് നമ്മൾ എന്താ വിചാരിക്കണേ, എന്താ പറയണേ, പാഞ്ചാലി ഭഗവാനെ കൃഷ്ണ, എൻ്റെ കൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ചപ്പോൾ വസ്ത്രാക്ഷേപം ചെയ്ത ദേവിയുടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അതായത് മനസ്സറിഞ്ഞ് നമ്മുടെ മനസ്സിലങ്ങോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ ഈശ്വരനെ അങ്ങോട്ട് ആവാഹിച്ചെടുത്തിട്ട് ആ കൃഷ്ണൻ്റെ സ്വരൂപത്തെ കണ്ടുകൊണ്ട് നമ്മൾ വളരെ ഭക്തിയോടുകൂടി അറിഞ്ഞ് കൃഷ്ണാന്നൊന്ന് വിളിച്ചു നോക്കൂ. ആ കൃഷ്ണാന്നങ്ങ് വിളിക്കണ സമയത്ത് ആ ഭഗവാൻ അവിടെ പ്രത്യക്ഷമാവും. അതുപോലെ തന്നെ നമ്മുടെ ആ വിഷുക്കണി ഒരുക്കണ സ്ഥലത്ത് നമ്മൾ അവിടെ ഇരുന്ന് കൃഷ്ണാന്നൊന്ന് ഭഗവാനെ വിളിക്കുക. ആ ഭഗവാനെ അവിടെ ഇരുന്ന് വിളിച്ചിട്ട് ആ ഭഗവാന്റെ ഒരു 5 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നേരമെങ്കിലും ആ ഭഗവാന്റെ മുമ്പിലിരുന്ന് ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഒരല്പനാമജപം ചെയ്യൂ.